ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ആഗസ്റ്റ് 1. രണ്ട് പടങ്ങളൊന്നും നേരത്തെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമണീനെ കുളിപ്പിക്കാനായിട്ട് കിടത്തിയപ്പോൾ കുഞ്ഞുമണി കിടന്നുറങ്ങി. അപ്പോൾ കുഞ്ഞുമണി അങ്ങനെ തന്നെ കൊണ്ടുകൂടെ കിടത്തി. ഇനി കുഞ്ഞുമണീനെ 8 കൊണ്ടുപോയി കുളിപ്പിക്കണം. എന്നൊക്കെ തച്ചതാണ്. മൈക്കിൾ ബേബി ഇന്ന് എന്തിനാ നേരത്തെ ഇട്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബേബി ബേബി ഏത് ഫാൻ ഇടണോ? അമ്മ ഫാൻ ഇട്ടേരാം കേട്ടാ. ഇന്നലെ രാത്രി അതിനുറക്കൊന്നും ശരിയായിട്ടില്ല. ഏകദേശം 2 മണി 3 മണിയായി നമ്മൾ ഉറങ്ങിയപ്പോൾ. കുഞ്ഞുമണി ഇന്നലെ ഉറങ്ങിയിട്ടായില്ല. അപ്പോൾ അതന്നെ നല്ല ഉറക്കം ചടവുണ്ട്. ഇന്നാണെങ്കിൽ അമ്മയ്ക്ക് പുറത്തുനിന്ന് പോകണം. അത് കാരണം ഈ 2 ഡോക്യുമെൻറ്റിനെയും ഞാനിന്ന് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. ഇന്ന് നമ്മുടെ ടാസ്ക് ഫുൾ ഡേ ആണ് ഗൈസ്. എങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം സർവേയിൽ ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം ഗൈസ്. കുഞ്ഞുമണി കരയരുത്. നമുക്കിപ്പോൾ കുളിക്കാൻ പോകാം. കുഞ്ഞുമണി അക്കിലി ബേബി കുളിച്ചെന്നോ? അങ്ങനെ ദേ കുഞ്ഞിപ്പണ്ണീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കിടത്തി. അപ്പം തന്നെ ഞാൻ മൈക്കിൾ ബേബിനെ എണ്ണയൊക്കെ തേച്ചിട്ടോ. മേത്തും കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ദേ പുള്ളി അവിടെ കിടക്കാണ് കേട്ടോ, പാലും കുടിച്ച്. പുറത്തൊക്കെ നല്ല മഴയാട്ടോ. അമ്മയ്ക്കിന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് അച്ഛൻ്റെ കൊണ്ടുവന്നാക്കാനായിട്ട് അച്ഛൻ്റെ കാറിൽ കയറി ഇരിക്കുകയാണ്. മഴയായതുകൊണ്ട് ബൈക്ക് പോലെ അച്ഛൻ പുറത്തിറങ്ങുന്നില്ല കേട്ടോ. നല്ല മഴയാണ്, പക്ഷെ നമുക്ക് മാത്രം ഇവിടെ വെള്ളം കയറില്ല. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് നമ്മുടെ ഇരിഞ്ഞാലൂടേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് എന്തായാലും വെള്ളം കയറില്ലാന്ന്. ഇവിടെ വെള്ളം കയറിയതിന് കയറ്റിലൊക്കെ ഒത്തിരി വെള്ളം വന്നില്ല എന്നുള്ള ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ ആൾക്കാർക്ക്. അതിൽ കൂടുതലായിട്ട് ഇവിടെ വെള്ളം കയറുന്നുള്ള ഒരു പേടിയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇന്നേ വരെ ഇവിടെ വെള്ളം കയറിയിട്ടില്ല. അത് കാരണം തന്നെ ഇവിടെ സ്ഥലത്തിരിപ്പോൾ നല്ല ഡിമാൻഡാണ് ഗൈസ്. അങ്ങനെ ദേ അച്ഛൻ വണ്ടി ഇറക്കി. അമ്മ ദേ അവിടെ. അമ്മ എവിടെ ആണോ? ദേ ചേച്ചി പോവാട്ടോ. ചേച്ചി അവിടെ പോവാ? ജോലിക്ക് വേണോ? പാട്ടിൽ വേണോ? ബുഡിസനാണോ? ഞങ്ങൾ ബുഡിസൺ ചെയ്യാറില്ല. ചേച്ചിയല്ലല്ലോ ഇത് വേറെ ചേച്ചിയാ, മോഡൽ ചേച്ചി. ഇതൊരു അമ്മയല്ല, അമ്മയല്ല, പുബിയല്ല, അമ്മൂമ്മയല്ല. അങ്ങനെ പോയാ ഇത് മീഷോ എന്നുള്ള ഡ്രസ്സാട്ടോ. ചേച്ചി ഫുള്ള് മീഷയാ. ഈ ചേച്ചിയുള്ള കാര്യം മീഷോക്കാര് ജീവിച്ചു പോന്നാ. ടാറ്റാ. അവിടെ ഇരുന്ന് കരയരുതിട്ടാ. ഫോണ് ചാർജർ എടുത്തോ ഗൈസ്. മൈക്കിൾ ബേബി എണ്ണയും പേറ്റി കിടന്ന് ഉറങ്ങാൻ കേട്ടോ. ഞാളെ എനിട്ടിട്ട് വേണം കുളിപ്പിക്കാനായിട്ട്. കുഞ്ഞിപ്പെണ്ണ് ദേ എനിക്ക് ഒപ്പസിൻ്റെ മടിയിൽ ഇരിക്കാം കേട്ടോ. ഞാൻ ദേ കുളിക്കാൻ നിൽക്കുകയാണ്. എണ്ണയൊക്കെ പറ്റിയായിരുന്നു. ഇനി നമുക്ക് വേഗം പോയി കുളിക്കാം. വെയിലെ എണ്ണ പറ്റുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം ഉറക്കാം. വേഗം ഉറക്കാന്നല്ല, വേഗം കുളിക്കാം. അപ്പൂസിന് ഇന്ന് തലയിൽ എണ്ണ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൂസിന് ഇഷ്ടമല്ല തലയിൽ എണ്ണ പറ്റുന്നത്. ഇത് അപ്പൂസിന് എണ്ണ പറ്റി കുളിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പൂസേ കരയിട്ടാ കുളിച്ചാടാ. അങ്ങനെ നമുക്കപ്പോൾ വേഗം കുളിച്ചിട്ട് വരാം. കുഞ്ഞുമണി എനിക്കും വയ്ക്കും കേട്ടോ. ഞങ്ങൾക്ക് നിർബന്ധമില്ല നീ അവിടെ ഇരിക്കണത്. നീ പോടക്ക, നീ കുളിക്കാറില്ലല്ലോ. എന്ന് രാവിലെ ഇരിക്കുമ്പോ അമ്മ ഞാൻ രാത്രി കുളിച്ചത് ഇന്ന് കുളിക്കണോ എന്നൊക്കെ വേഗം പോയി കുളിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് നമ്മുടെ പുട്ടായി. പുട്ടും കടലയും. എനിക്ക് കടലയിൽ പുട്ടിൽ കുറേ ചാറ് വെച്ച് കഴിക്കണം, അതെനിക്കിഷ്ടം. അങ്ങനത്തെ നമ്മൾ കഴിക്കട്ടെ. ഏകദേശം സമയം 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. കറക്റ്റ് കറണ്ട് പോയി. ഓ മൈ ഗോഡ്. അപ്പോൾ നമുക്ക് വേഗം പുട്ട് തിന്നാം ഗൈസ്. അമ്മ പോണേ മുന്നേ നമുക്ക് എല്ലാ സാധനങ്ങളും ആക്കി വെച്ച് അടുക്കളയിൽ എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടൊക്കെ വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പുട്ടിങ്ങനെ കടലയും കൂട്ടിയെടുത്ത് ഇങ്ങനെ തിന്നാം. വെറുതെ ഇടിക്കുക, കിടന്നുറങ്ങാൻ കുറച്ച് നോക്കാം. ഇത്ര മാത്രമുള്ള നമുക്ക് പണി കിട്ടാം. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് വരാം ഗൈസ്. ഒന്ന് ഗൈസ് ഒടുക്കത്തെ മഴയാണ് ഗൈസ്. പുറത്ത് ആരോട് വണ്ടി നിർത്തിയിട്ടില്ല, ആരാ കഴിച്ചില്ല. എങ്കിലും നല്ല മഴയുണ്ട് പുറത്ത്, നല്ല കാറ്റും മഴയുണ്ട്. നാളെ ഒരു ദിവസം എന്തായാലും മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ ബേബി ദേ ഉറക്കത്തിന് എഴുന്നേറ്റിട്ടോ. എന്ത് പറ്റി പാല് പോയോ? കടിച്ചു കുടിച്ചിട്ടാ. പക്ഷെ അല്ല അമ്മ വേറെ ഇപ്പോൾ ഇട്ട് തരാട്ടാ. എന്നാ പാലൂച്ച് ചെറിയ ചൂടുള്ളോ? മഴ ആയതുകൊണ്ട് ഞാൻ കൊടുത്തതാ. എന്നാ ചൂടാറട്ടെ. അപ്പൊ സുബേബിക്ക് നമ്മൾ ചായലല്ലോ എന്നിട്ടായിരുന്നു
ബൂസ്റ്റ് ആണ് അപ്പൂസ് ബേബിക്ക് കൊടുക്കുന്നത് കേട്ടോ. ഒക്കെ ആയതുകൊണ്ട് ചായ കുടിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചായ വേണ്ട, നമുക്കൊരു ബൂസ്റ്റ് കുടിക്കാം. അതാവുമ്പോൾ ചായ കുടിച്ചൊന്നും പേരുമില്ല. അവനെന്തായാലും ബൂസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ബൂസ്റ്റ് അടിച്ച് മാറ്റി ഗൈസ്. കറണ്ട് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് കളിക്കാണ്. പുറത്താണെങ്കിൽ നല്ല മഴ കേട്ടോ. അങ്ങനെ മൈക്കിൾ ബേബിക്ക് ഇപ്പോൾ ക്ലേ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലേ ആൾക്ക് സെറ്റായി. ഡ്രോയിങ് അധികം സെറ്റായില്ലെങ്കിലും ക്ലേ ആൾക്ക് സെറ്റായി കേട്ടോ. അതും ആൾ ഇഷ്ടമുള്ളതൊക്കെ ആൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, ആളിരുന്ന് കളിച്ചോളും. പക്ഷേ ടാസ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പുലീനെയും ആനേനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആൾ വരും. അപ്പോൾ നമ്മൾ ടാസ്കിൽ പെട്ടുപോകും ഗൈസ്. ഞാൻ പിന്നെ കുറച്ച് ചായക്കപ്പും പിന്നെ കുറച്ചൊക്കെ ചട്ടിയും കാലമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ആളെ മയക്കി അവിടെ കെടുത്തും. അങ്ങനെ ആൾക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കൗതുകമാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ടോ. ഇപ്പം ആൾക്ക് ഇഷ്ടമുള്ള പാമ്പൂനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പുള്ളി അതൊക്കെ കളിക്കാം കേട്ടോ. ഇവിടെ ശബ്ദം മ്യൂട്ട് ചെയ്തടാ. ഓ ഐശിയില്ല. വാവ പറപ്പോ കൊടുക്കട കൊച്ചിനെ. നീ എപ്പോഴേക്കും കളഞ്ഞാ? വാവോ ഐശു അമ്മാമ വരുമ്പോ ചോദിച്ചാ പറയാ. വാവോ വാവോ പറ. ആ ഓ നോ 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 തൊടണ്ട. ഓ ആ എന്തോ വാവോ ഓ ആ എന്താ പറ്റി? അതിൻ്റെ ഇടയിൽ വല്ല എന്തെങ്കിലും കുത്തിയോ ഗൈസ്? അങ്ങനെ കുളി കഴിഞ്ഞ് നമ്മൾ നൈറ്റ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോവുകയാണ് ഗൈസ്. കിടക്കാൻ പോകുമ്പോൾ പിന്നെ കുറച്ച് എഡിറ്റിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കിടക്കാനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. ആരാന്നറിയാം അവിടെ ആയിട്ടുണ്ട്. അവിടെ ഡൈനോസറിനെ കണ്ടോണ്ടിരിക്കാൻ മൈക്കിൾ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ നോക്കി നോക്കട്ടെ. ഇപ്പോൾ ഒരു 1 മന്ത് ആവാറായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ ചേഞ്ചസ്. അധികം ചെയ്തധികം സ്റ്റീറോയിഡോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ഇങ്ങനത്തെ ചെറിയ മൈൽഡായിട്ടുള്ള സാധനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഇടാം കേട്ടോ. ഇത് നീ പടന്നറിയും പോരൂട്ടോ ഗൈസ്. അയ്യോ കണ്ണ് 2 കാലങ്ങുതാ. ഒരാൾ പോയി മുടി വെട്ടിയതാട്ടാ. എന്താ പോലെ പോയാ അവിടെ ബൈക്കിൽ ബേബി ട്രൗസർ ഇട്ടിട്ടില്ല. അത് കാരണം തന്നെ നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് തിരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. മൈക്കിൾ ബേബി വലിയ ചാട്ടമൊന്നും ഇല്ല, അത് കാരണം കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്.